എല്ലാവർക്കും നമസ്കാരം. ധാർമ്മികത ബൈബിളിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളൊരു സീരീസ് തുടങ്ങിയിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണിത്. അതിൻ്റെ ബേസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതായത് ജൂലൈ 20 ആശിഷ് ജോണുമായി ഞാനും ആശിഷ് ജോണും തമ്മിലൊരു സംവാദം നടന്നിരുന്നു. 13.8 ചാനലും ഗ്രേസൽസ് സംയുക്തമായി സംഘടിപ്പിച്ച ഒരു സംവാദമായിരുന്നു. ധാർമ്മികതയുടെ അടിസ്ഥാനം ക്രിസ്തു മതമോ അതോ നാസ്തികതയോ, ഇതായിരുന്നു അതിൻ്റെ വിഷയം. അപ്പോൾ ഈ ഡിബേറ്റിൽ ബൈബിൾ ആധാരമാക്കി ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അത് ചില ഭാഗത്തുനിന്ന് കോട്ട് ചെയ്തതാണ്. ബൈബിളിൻ്റെ മുഴുവൻ ആശയം ഉൾക്കൊണ്ടിട്ടില്ല, ചെറി പിക്കിംഗ് ആണ്, ഇങ്ങനെ കുറേ വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു മറുപടി എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ പരമാവധി ആ ഭാഗം ഉൾക്കൊള്ളുന്ന ഭാഗം മുഴുവൻ വായിച്ചുകൊണ്ടുള്ള ഒരു പരമ്പരയായിട്ടാണ് തുടങ്ങിയത്. കാരണം ഒരു ഡിബേറ്റിൽ 1 മണിക്കൂർ മാത്രം എനിക്ക് കിട്ടുന്ന ഡിബേറ്റിൽ ഒരിക്കലും ബൈബിൾ വായിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് വിശദമാക്കിക്കൊണ്ട് ബൈബിളിൻ്റെ ഒരു ചെറി പിക്കിങ് ആയിരുന്നില്ല എന്നുള്ള എൻ്റെ ഒരാശയം പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പരമ്പര തുടങ്ങിയത്. അപ്പോൾ അതിലെ വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നുകൂടെ പറയുന്നു, അതൊരിക്കലും ആശിഷിനുള്ള ഒരു മറുപടിയല്ല. ഇത് ചെറി പിക്കിങ് ആണ് എന്ന് അല്ല ബൈബിളിൻ്റെ മുഴുവൻ ഭാഗവും ഇല്ലായിരുന്നു, ബൈബിൾ ചില ഭാഗങ്ങൾ മാത്രം കോട്ട് ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്ന അവർക്ക് ഒരു വിശദീകരണമായിട്ട് മാത്രമാണ് ഈ പരമ്പര തുടങ്ങിയത്. അതിൻ്റെ രണ്ടാം ഭാഗമാണിത്. അപ്പോൾ രണ്ടാം ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബൈബിളിൽ ഞാൻ അവിടെ തന്നെ പറഞ്ഞ വിജാതിയർ എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ വിജാതിയരെ എങ്ങനെ ക്രിസ്തു മതത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ഭാഗമാണ്. അതായത് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവൻ എന്ന് പറഞ്ഞ ഒരു ക്രിസ്തു വചനം. ഈ വചനം പറഞ്ഞുകൊണ്ട് പലപ്പോഴും തള്ളിമറിക്കുന്ന കാര്യങ്ങളാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അത് തന്നെ. അപ്പോൾ നിന്നെ പോലെ നിന്റെ അയൽക്കാരൻ ആരാണ്? അപ്പോൾ അയൽപക്കത്ത് ജീവിക്കുന്നത് മാത്രമല്ല, എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് അന്യമതസ്ഥരം വിടും. അപ്പോൾ അവരെയൊക്കെ സ്നേഹിക്കാനാണോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? അല്ലെ ബൈബിളിൻ്റെ ആശയം അതാണോ? ഇതാണ് ഈ വിജാതിയർ എന്നുള്ള ഒരു ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ അവിടെ ആ ഡിബേറ്റിൽ പറഞ്ഞ വാക്യങ്ങൾ മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ, പക്ഷേ അത് കോട്ട് ചെയ്ത് പോയതെല്ലാം നമ്മൾ വായിക്കുന്നുണ്ടെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ വിജാതിയരെ പറ്റി പറഞ്ഞു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഇതാണ്, 2 കൊറിന്തോസ് 6:14 അതിൽ വചനം വായിച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ അതൊരു ചെറി പിക്കിങ് ആയിരുന്നോ നോക്കാൻ വേണ്ടി ആദ്യം തന്നെ 2 കൊറിന്തോസ് 6 അധ്യായം ആദ്യം തന്നെ നമുക്ക് നോക്കാം. അത് സമ്പൂർണ്ണമായൊരു ശുശ്രൂഷ, അല്ലെങ്കിൽ പൗലോസ്ലീഹ പറയുന്ന ചില ഉപദേശങ്ങളാണ്. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് കൊറിന്തോസുകാരോട് പറയുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞത് അത് താഴോട്ട് വായിച്ചു വരുമ്പോഴേക്കും 2 കൊറിന്തോസ് 6 അധ്യായം 14 വാക്യം നമ്മൾ പോയി. അത് തന്നെ ഒരു സെപ്പറേറ്റ് അധ്യായം പോലെ ഒരു പ്രത്യേക ആശയം പറയുന്നതാണ്. അത് ദൈവത്തിൻ്റെ ആലയം, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? അതായത് പിന്നെന്താണ്, ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുൾ ചെയ്യുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു. അവിശ്വാസികളോടുള്ള പുതിയ നിയമത്തിലെ നമ്മൾ പുതിയ നിയമമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പുതിയ നിയമത്തിലെ തന്നെ കാര്യമാണ്. ഈ പുതിയ നിയമം പഴയ നിയമവും തമ്മിൽ വേർതിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 17, 18, 19 വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ തന്നെ വചനങ്ങളാണ്. ഇത് ഉദ്ധരിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് വ്യക്തമാക്കിയിരുന്നു. പഴയ നിയമം തള്ളുകയാണെങ്കിൽ പുതിയ നിയമം തള്ളിപ്പോവും. അതായത് നമ്മൾ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പഴയ നിയമം പുതിയ നിയമം അംഗീകരിക്കണം. എങ്കിലും ഇത് പുതിയ നിയമം തന്നെ. ഇനി പഴയ നിയമം മാറ്റിവെക്കാൻ പറയുന്ന ആളുകളുണ്ട്, അവരോട് മാറ്റിവെക്കാൻ പറ്റില്ല. എങ്കിലും പുതിയ നിയമം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിശ്വാസികളോട് എന്താണ് കൂട്ടുചേരുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഞാൻ പറഞ്ഞ ആശയം ഇതാണ്. സ്വന്തം അടുത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ നമുക്കൊരു അരവണ കൊണ്ടുപോയി തന്നാൽ അത് കഴിക്കാമോ? അവരുമായിട്ട് കൂട്ടുചേരാമോ? അല്ലെങ്കിൽ അത് അടുത്ത അധ്യായത്തിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളുമായി നിങ്ങൾക്ക് ഒന്നിച്ച് തോളൊക്കെയായിട്ട് നടക്കാമോ? അതിനൊക്കെ ഉത്തരമാണിത്. അവരുമായിട്ട് വേർപിരിയാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് 2 കൊറിന്തോസ് 6 അധ്യായമാണ്. അത് മുഴുവൻ വായിച്ചു, അത് ചെറി പിക്കിങ് അല്ല. അടുത്തത് മത്തായിയുടെ സുവിശേഷം, അത് പുതിയ നിയമം തന്നെയാണ്. ക്രിസ്തുവിൻ്റെ തന്നെ വചനങ്ങളാണ്. ക്രിസ്തു അപ്പസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 10 അധ്യായം ആദ്യം തൊട്ട് വായിച്ചു. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി.
ആ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ, ആ പേരുകളൊക്കെ പറയണം. അത് കഴിഞ്ഞിട്ട് ഈ 12 പേരെയും 5-ാം വാക്യാണ്, അത് 4 വരെ അവരുടെ പേരുകൾ മാത്രമേ ഉള്ളൂ. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയരുടെ അടുക്കിലേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് ക്രിസ്തു അന്യവംശത്തിനെ പറ്റിയും അല്ലെ അന്യദേശക്കാരെ പറ്റിയും വിജാതിയർ എന്നുള്ള വാക്ക് അത് തന്നെ അശ്ലീല പദമാണ്. അത് എത്ര പ്രാവശ്യമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്കതിനൊരു തർക്കവുമില്ല. പക്ഷേ ഇത് എക്കാലത്തെയും ധാർമ്മികതയായിട്ടാണ് ബൈബിൾ വാഴ്ത്തപ്പെടുന്നത്. ദൈവവചനമായതുകൊണ്ട് അത് മാറ്റാൻ കഴിയില്ല അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരു ആശയം വരുമ്പോഴാണ് ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. ഇനി അടുത്തത് അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരന് ഒരു അരവണ പായസമോ അല്ലെ എന്തെങ്കിലും ഒരു പ്രസാദമോ കൊണ്ട് തന്നു കഴിഞ്ഞാൽ അവൻ എത്ര കാര്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പക്ഷെ നിങ്ങൾക്കത് കഴിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായം. സൂനഹദോസ് തീരുമാനം എന്നൊക്കെ പറഞ്ഞ് അവർ ശിഷ്യന്മാരുടെ അന്നത്തെ കാലത്തെ സൂനഹദോസ് തീരുമാനങ്ങളാണ്. നോക്കൂ, തങ്ങളിൽ നിന്ന് 22 മുഴുവൻ തങ്ങളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്ത് ബർണാബാസിനോടും പൗലോസിനോടുമൊപ്പം അന്ത്യോക്യയിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പോസ്തലന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും സഭയ്ക്ക് മുഴുവനും തോന്നി. സഹോദരന്മാരിൽ നേതാക്കളായിരുന്ന ബർണാബാസ് എന്ന് വിളിക്കുന്ന യൂദാസിനെയും സീലോസിനെയും ഒരു എഴുത്തുമായി അവർ അയച്ചു. എഴുത്ത് ഇപ്രകാരമായിരുന്നു: അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ, അന്ത്യോക്യയിലെയും സിറിയയിലെയും കിലിക്കിയയിലെയും വിജാതിയരിൽ നിന്നുള്ള സഹോദരരായ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഞങ്ങൾ ചില പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്ക് മനഃശാഞ്ചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു. ഒരു എഴുത്ത് പോലെ ഒരു സന്ദേശം കൊടുക്കുകയാണ്. ആ സന്ദേശം അവർക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. മൊത്തം നിങ്ങൾ വായിച്ചു നോക്കുള്ളൂ, അത് ഉണ്ടാകും. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. 29-ാമത്തെ വാക്യമാണ്. വിഗ്രഹങ്ങൾ, അതായത് ഇതെല്ലാം സെപ്പറേറ്റ് ഉപദേശങ്ങളാണ്. വേറെ ഏതെങ്കിലും ഭാഗം കൂട്ടിച്ചേർത്താൽ ഇതിനെതിരായിട്ടല്ല. ഇത് കൃത്യമായിട്ട് ദൈവവചനമാണ്. അപ്പോസ്തലന്മാർ കൊടുത്ത ഒരു സന്ദേശമാണ്. അപ്പോൾ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന് മംഗളാശംസകൾ. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചപ്പെട്ട വസ്തുക്കൾ, ഇതാണ് പ്രശ്നം. ഇതാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നമുക്ക് വളരെ സ്നേഹത്തോടെ നമ്മുടെ ഒരു ഹിന്ദു സുഹൃത്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല. അവനും വിഷമമാണ്. അതാണ് ഈ അരവണ പായസം, അല്ലെങ്കിൽ അവരൊക്കെ വലിയ കാര്യത്തോടെ കൊണ്ട് തരുന്നതായിരിക്കും പ്രസാദമൊക്കെ. ഇതാണ് എൻ്റെ കാര്യം. എനിക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വാങ്ങാതെ പലരെയും വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ബൈബിള് പഠിക്കുന്ന അല്ലെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വാസമുള്ള ആളുകൾ ഇന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. ഇത് കൃത്യം അല്ലെങ്കിൽ ബിബ്ലിക്കലാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിനെ മുഴുവൻ തന്നെ വായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ വിട്ടുപോയതല്ല, അതാ പല ഉപദേശങ്ങളാണ്. അതെല്ലാം കൂടെ വായിച്ച സമയം കളയായിരിക്കും എന്നുള്ളൂ. വചനം മുഴുവൻ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തത് നമുക്ക് പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്. പഴയ നിയമത്തിലും ഞാൻ പറഞ്ഞില്ല, പഴയ നിയമം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 1 സാമുവേൽ 15-ാം അധ്യായമാണ്. അത് ജസ്റ്റ് തുടങ്ങുന്നത് ഞാൻ വായിക്കുന്നതേ ഉള്ളൂ. സാവൂളിനോട് പറഞ്ഞു, എന്താണെന്ന് അറിയാൻ വേണ്ടി സാമുവേൽ സാവൂളിനോട് പറഞ്ഞു, തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അതിനാൽ കർത്താവിൻ്റെ വചനം കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ എതിർത്തതിന് ഞാൻ അമലേക്യരെ ശിക്ഷിക്കും. ഒന്ന് ആലോചിക്കുക. ദൈവം തന്നെയാണ് എല്ലാവരെയും ഉണ്ടാക്കിയത്. ഈ വിജാതിയർ എന്ന് പറയുന്ന അമലേക്യരെ എല്ലാം ഉണ്ടാക്കിയിട്ട് ദൈവം ഇസ്രായേലിൻ്റെ പക്ഷം കൂടുകയാണ്. എന്നിട്ട് ദൈവം പറയാണ്, അവരെ ഞാൻ ശിക്ഷിക്കും, അമലേക്യരെ ശിക്ഷിക്കും. അവരാരാ? ദൈവം തന്നെ ഉണ്ടാക്കിയ മറ്റ് മനുഷ്യരാണ്. അവർ തെറ്റ് ചെയ്യുന്നതന്നെ. ദൈവം അറിയാതെ തെറ്റ് ചെയ്യത്തില്ല. അവരെ മാറ്റാൻ, ഇസ്രായേലിയുടെ മനസ്സ് മാറ്റാനും അവരുടെ മനസ്സ് മാറ്റാനും ദൈവത്തിന് കഴിയുന്ന ദൈവം പറയുന്നതാണ്. ആകയാൽ നീ പോയി അമലേക്യരെ എല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയും കൊന്നുകളയുക. ഇതാണ് കർത്താവ് പറയുന്നത്. കർത്താവ് തന്നെ മറ്റൊരു വംശത്തെ നശിപ്പിക്കാൻ വേണ്ടി അന്യവംശത്തോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളതും, കർത്താവ് തന്നെ സൃഷ്ടിച്ച മറ്റൊരു വംശത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം കർത്താവ് ഒരു വിഭാഗത്തോട് കൂടിയിട്ട് കൊടുക്കുന്നു. ഇതാണ് ബൈബിളിലെ ധാർമ്മികത എന്നുള്ളതാണ് ഞാനന്ന് പറഞ്ഞത്. ഇനി അത് ബാക്കി മുന്നോട്ടല്ല, അത് സംഖ്യയുടെ പുസ്തകമാണ്. അപ്പോൾ സംഖ്യയുടെ പുസ്തകത്തിൽ അത് ഞാനന്ന് പറഞ്ഞാണ്. സംഖ്യ 31 അത് യുദ്ധത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവിടെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. യുദ്ധം കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്
എന്ന്. അത് ഞാൻ ജനീവ കരാറൊക്കെ ഉദ്ധരിച്ച ആ ഡിബേറ്റിൽ പറഞ്ഞാണ്. ജനീവ കരാറിലൊക്കെ യുദ്ധം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഇന്നത്തെ നമ്മുടെ ധാർമ്മികതയുണ്ട്. ഈ ധാർമ്മികതയും കർത്താവ് പറയുന്ന ധാർമ്മികത എക്കാലത്തെയും ധാർമ്മികതയാണ്. ഈ രണ്ട് ധാർമ്മികത കൂടെ നിങ്ങളൊന്ന് വെച്ച് നോക്കുക. സംഖ്യയുടെ പുസ്തകം 31 അധ്യായം അത് ഇതുപോലെ ആദ്യമായിട്ട് വായിച്ച് നോക്കിയാൽ മതി. ഇത് യുദ്ധത്തെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്, യുദ്ധത്തിന്റെ കാര്യം തന്നെയാണ്. ഓക്കെ, 14 വാക്യത്തിൽ മോശ എന്താ പറയുന്നത്? മോശ യുദ്ധം കഴിഞ്ഞു വന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ പടത്തലവന്മാരോട് കോപിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നുവോ? ഇവരാണ് ബലാമിന്റെ ഉപദേശപ്രകാരം പയോറിലെ സംഭവത്തിൽ ഇസ്രായേലിയരെ കർത്താവിനെതിരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അന്ന് കർത്താവിന്റെ സമൂഹത്തിൽ മഹാമാരി ഉണ്ടായി. അതിനാൽ സകല ആൺകുഞ്ഞുങ്ങളെയും പുരുഷനെ അറിഞ്ഞ് സ്ത്രീകളെയും വധിക്കുക, എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളെ നിങ്ങൾക്കായി ജീവനോടെ വെച്ചുകൊള്ളുക. ക്ലിയർ അല്ലേ? അതായത് ഇവൻ പുരുഷനെ അറിയാത്ത പെൺകുട്ടികളെ വരെ അവർക്ക് വേണ്ടി വെച്ചുകൊള്ളൂ. അതായത് മറ്റ് യുദ്ധത്തിന് ശേഷം ഇതാണ് പറയുന്നത്. യുദ്ധത്തിന് ശേഷം ബലാത്സംഗം, യുദ്ധത്തിന് ശേഷം കൊലപാതകം, ഇതൊക്കെയാണ് ദൈവം പറഞ്ഞു കൊടുക്കുന്നത്. അതിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ ഇന്നത്തെ ധാർമ്മികത എന്നാണ് ഞാനെന്ന് പറഞ്ഞത്. അത് മുഴുവൻ നിങ്ങൾ വായിച്ചോളൂ. ഞാൻ വചനം വായിക്കാൻ വിട്ടുപോയതുകൊണ്ടാണ്. ഇനി അടുത്ത പുറപ്പാടിനെ പറ്റി ഞാൻ പറഞ്ഞു. പുറപ്പാട് എന്താണ്? പുറപ്പാടെന്ന് പറഞ്ഞാൽ ഇപ്പം ദൈവം തന്നെ സൃഷ്ടിച്ച് ഈജിപ്തുകാരുടെ, ദൈവം തന്നെ സൃഷ്ടിച്ച് ഇസ്രായേൽക്കാരെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ബന്ധനസ്ഥരാക്കുന്നു. എന്നിട്ട് അവരെ രക്ഷിക്കാൻ ദൈവം തന്നെ ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ ദൈവം എന്തൊക്കെയാണ് ചെയ്യുന്നത്? മോശ പറയുന്നത് ദൈവവചനമാണ് കേട്ടോ, മോശ പ്രവാചകനാണ്. മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു, കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസഹ ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുത്ത് കൊല്ലുവിൻ. അപ്പോൾ ആട്ടിൻകുട്ടിയെ കൊല്ലണം. പാത്രത്തിലുള്ള രക്തത്തിൽ ഹിസ്റ്റോപ്പ് കമ്പ് മുക്കി 2 കട്ടില കാലുകളിലും മേമ്പടികളിലും തളിക്കുവിൻ. പ്രഭാതമാകുന്നത് വരെ ആരും വീടിന് പുറത്തു പോകരുത്. എന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നു പോകും. എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും കട്ടളക്കോലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നു പോകും. സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഇപ്പൊ ഈ കർത്താവിന് സംഹാരദൂതനൊക്കെ ഈജിപ്തുകാരൻ ആരാന്ന് അറിയത്തില്ല. സർവശക്തനാണ്, സർവജ്ഞനൊക്കെയാണ്. ഓക്കെ, ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം. കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് ഈ രക്തം കണ്ടിട്ടാണ് ഇസ്രായേൽക്കാരെ തിരിച്ചറിയുന്നുള്ള. കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്ന് ചേരുന്നതിന് ശേഷവും ഈ കർമ്മം ആചരിക്കണം. ഈ കർമ്മം അത് കഴിഞ്ഞു ആചരിക്കുക. ഏത് ഈ കർമ്മം? ഇനി ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്താണ് അർത്ഥം? ഇത് കർത്താവിന് അർപ്പിച്ച പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി. ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനക്കൂട്ടം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. അനന്തരം ഇസ്രായേൽക്കാർ അവിടം വിട്ടുപോയി. കർത്താവ് മോശയോടും അഹറോനോടും കൽപ്പിച്ചതുപോലെ ജനം പ്രവർത്തിച്ചു. സിംഹാസനത്തിലിരുന്ന ഫറവോ മുതൽ കാരാഗ്രഹ തടവത്തിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ വരെ ഈജിപ്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും അർദ്ധരാത്രിയിൽ കർത്താവ് സംഹരിച്ചു. കന്നുകാലികളുടെ കടിഞ്ഞൂലും കൊല്ലപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ ആദ്യത്തെ കുഞ്ഞു കുട്ടികളാണ്, അതുങ്ങളെ മുഴുവൻ കർത്താവ് സംഹരിച്ചു കൊല്ലുക. ഒന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ കന്നുകാലികളുടെ ആദിരാജ അത് കന്നുകാലികളൊക്കെ ജീവിച്ചിരുന്നാൽ ഇവർക്കും ഗുണം ഉണ്ടാവുകയല്ലേ? എന്താണ് എല്ലാവരെയും കൊല്ലുക ചെയ്യുന്നത്, അടച്ച് കൊല്ലുക. ഇതാണ് അന്നത്തെ ധാർമ്മികത. നമ്മുടെ യുദ്ധത്തിലോ ഇത് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയുള്ളതാണ്. ഇതിലൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ധാർമ്മികത കാണാൻ സാധിക്കില്ല. കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ധാർമ്മികത, എന്നിട്ട് ഇത് ആചരിച്ചോളാം, ഇതിന്റെ ഓർമ്മ ആചരിക്കാനാണ് പറയുന്നത്. ഫറവോയും തന്റെ സേവകർ ഈജിപ്തുകാർ മുഴുവനും രാത്രിയിൽ ഉണർന്നു. ഈജിപ്തിൽ നിന്ന് വലിയ നിലവിളി ഉയർന്നു. കാരണം ഒരാളെങ്കിലും മരിക്കാത്തതായി ഒരു വീടും അവിടെ ഉണ്ടായിരുന്നില്ല. അത്ര ഭീകരമായിട്ടാണ് കൊന്നുകൂട്ടുന്നത്. ഇതൊക്കെയാണ് ഇന്ന് ആചരിക്കുന്നത്, വലിയൊരു സംഭവമായിട്ട് പിന്നീട് ആചരിക്കുന്നത്. ഇന്നും ഇതിന്റെ ഓർമ്മയായി കർത്താവ് വേറെ പെസഹ സഭ, അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ആ പെസഹയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എക്കാലത്തും ആചരിക്കുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇതുപോലത്തെ ഒരു ധാർമ്മികത എക്കാലം നിലനിൽക്കുന്ന ധാർമ്മികമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതുമാണ്. ഈ ഒരു ധാർമ്മികതയാണ് ഞാൻ പറഞ്ഞത്. എന്താണെങ്കിലും വചനം വായിക്കാതെ പോയതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് വായിച്ചത്. നിങ്ങൾ വായിച്ച് നോക്കുക, ഇത് കൃത്യമായിട്ട് കിട്ടും. ഇനി യുദ്ധത്തിൽ തന്നെ മറ്റൊരു സംഖ്യയുടെ പുസ്തകം 33 അധ്യായമാണ്. അത് 51 വാക്യം വായിക്കുക. അതിന് മുമ്പ് തുടക്കം ഒന്ന് വായിക്കാം. മോശയുടെയും അഹറോന്റെയും നേതൃത്വത്തിൽ ഗണഗണമായി ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിലെ താവളങ്ങൾ ഇവയാണ്. അവർ പോവുക. അപ്പോൾ അതിൻ്റെ താവളങ്ങളാണ്. യാത്രാമധ്യേ അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് മോശ ക്രമമായി കുറിച്ചു വെച്ചു. 1-ാം മാസം 15-ാം ദിവസം അവർ റംസയിൽ നിന്നുള്ള യാത്ര പുറപ്പെട്ടു. പെസഹായുടെ പിറ്റേന്നാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ കാണുക കർത്താവിൻ്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത്. അപ്പോൾ കർത്താവ് സംരക്ഷിച്ച് ഈജിപ്തുകാർ കാണുക തന്നെ പുറപ്പെടുന്നത്. അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച് തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു. അതെങ്ങനെയാണെന്നറിയില്ല. എന്താണേലും
ഈ കൊല്ലപ്പെട്ട പാവപ്പെട്ട കുട്ടികളെ സംസ്കരിക്കുന്ന അവസ്ഥയിൽ ഇവർ കടന്നുപോയി. അവരത് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയാണ് കർത്താവ് അവരെ രക്ഷിച്ചത്. ഇനി അത് തന്നെ തുടർന്ന് 50-ാം വാക്യം വായിക്കുകയാണ്. അതേ അദ്ദേഹത്തിന്, ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മൊവാബ് സമതലത്തിൽ കർത്താവ് വെച്ച് മോശയോട് അരുൾ ചെയ്തു, ജോർദാൻ കടന്നു കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശീയവാസികളെ ഓടിച്ചു കളഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തോട്ട് ചെല്ലുക. അവിടെ വേറെ ആൾക്കാരുണ്ട്. അവരെ എന്ത് ചെയ്യണം? അവരെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങൾ ദേശം കൈവശമാക്കി വാസമർപ്പിക്കുക. വേറെ ഏതോ സ്ഥലത്ത് വേറെ ആരോ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവരുടെ പണ്ടത്തെ ദേശമാണെന്ന് പറഞ്ഞ് അവരെല്ലാം ഓടിക്കാനും നശിപ്പിക്കാനും. അവരെല്ലാം കൊലപാതകം ഇവിടെ മസ്റ്റാണല്ലോ. കാരണം അവിടെ അവരുടെ ദൈവങ്ങളെയൊക്കെ നശിപ്പിക്കുമ്പോൾ എന്തായിരിക്കും? അപ്പം നമ്മൾ യുദ്ധത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എങ്ങനെയാണ് അന്യവിശ്വാസക്കാരോട് പ്രതികരിക്കേണ്ടത്? ഇതാണ്. എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശം, കർത്താവ് കൊടുക്കുക, ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു. എന്നിട്ട് അവരെ ഉള്ളവരെല്ലാം ഓടിക്കുക. ഇതാണ് അടുത്തത്. ഇനി അതുപോലെ തന്നെ ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം, അത് ആദ്യമായിട്ട് വായിച്ച് നോക്കുക. അത് നിങ്ങളിത് 7 പ്രാവശ്യം പുരോഹിതന്മാർക്ക് ആളം മുഴങ്ങിയപ്പോൾ ജോഷിയ ജനത്തോട് പറഞ്ഞു, അട്ടഹസിക്കും, ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഓരോ പട്ടണം പിടിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അവസാനം 21-ാം വാക്യത്തിൽ നോക്ക്, അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആടുമാടുകളെയും കഴുതുകളെയും അവർ വാളിനിരയാക്കി. ഇത് മുഴുവൻ കർത്താവ് കൊടുത്തതാണ്. ഇതൊക്കെ ഒരു സാധാരണ സംഭവമായിട്ട് യുദ്ധത്തിൽ അവരുടെ കാര്യങ്ങൾ, അത് കർത്താവ് പറഞ്ഞ് എക്കാലത്തും ധാർമ്മികതയായിട്ട് കൊടുക്കുന്ന ഒരു കാര്യം കൂടെയാണ്. യുദ്ധം നടക്കുന്ന കിടക്കുന്ന ജനങ്ങൾ തമ്മിൽ വഴക്കടിക്കുന്ന ഒരു കാര്യമല്ല ഇത്. ഇത് എക്കാലത്തെയും ധാർമ്മികതയായിട്ട് ദൈവവചനമായിട്ട് ദൈവം പ്രവാചകൻ വഴി അരുൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇനി അതുപോലെ തന്നെ ഇതിപ്പം യുദ്ധമൊന്നുമില്ല കേട്ടോ. അന്യവിശ്വാസമുള്ളവരെ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വായിച്ചത്. അതായത് വിഗ്രഹാരാധകൻ എന്ത് ചെയ്യണം? നിയമാവർത്തന പുസ്തകം 13-ാം അധ്യായം ആയതുകൊണ്ട് വായിക്കുക. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്ന് ഒരടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾ അജ്ഞരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം അവരെ സേവിക്കാം എന്ന് പറയുകയുമാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകനെയോ വിശകലനക്കാരൻ്റെയോ വാക്കുകൾ കേൾക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ എന്നെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ഇതെല്ലാം പരീക്ഷണമാണ്. ഓക്കെ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവിൻ. നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്കുകൾ കേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുവിൻ. അവർ പ്രവാചകനോ സ്വപ്നവിശകലനക്കാരനോ ആരായാലും വധിക്കപ്പെടണം. ആ വരുന്നവൻ അത് ഓർക്കണം. കർത്താവ് പരീക്ഷിക്കാൻ വേണ്ടി അയക്കുന്നതാണ്. അത് രസമുണ്ട്. എന്നാലും അവനെ കൊന്നേക്കുക. ഓക്കെ. എന്തെന്നാൽ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് നയിച്ചവനും അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ചവനും നിങ്ങളുടെ ദൈവവുമായ കർത്താവിനെ എതിർക്കാനും അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനുമാണ് അവൻ ശ്രമിച്ചത്. അതിനുവേണ്ടി അവനെ കൊല്ലുവാണ് കേട്ടോ. നിങ്ങളിപ്പം വേറെ ഒരു മാർഗത്തിലേക്ക് വേറൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങളെ വശീകരിക്കാൻ ശ്രമിച്ചാൽ അവനെ കൊന്നു കളഞ്ഞേക്കണം. അതാണ്. അങ്ങനെ നിങ്ങൾ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. ഓക്കെ, അങ്ങനെ കളഞ്ഞു. ഇനി അടുത്തത്, നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാം എന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചെന്ന് വരാം. ഇനി പുറത്തുനിന്ന് വരുന്നതല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ ചെയ്യുന്ന വരാം. അങ്ങനെ ഇവൻ എന്ത് ചെയ്യണം? ആ ദേവന്മാർ നിനക്ക് ചുറ്റും അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം. ഓക്കെ. എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവിക്കൊള്ളുകയോ അരുത്. അവനോട് കരുണ കാട്ടരുത്. അവനെ വെറുതെ വിടുകയോ അവൻ്റെ കുറ്റം ഒളിച്ചു വെക്കുകയോ ചെയ്യരുത്. അവനെ എന്ത് ചെയ്യണം? അവനെ കൊല്ലുക തന്നെ വേണം. അവനെ വധിക്കാൻ നിന്റെ കരമാണ് ആദ്യം ഉയരേണ്ടത്, പിന്നെ ജനം മുഴുവൻ്റെയും. അതായത് നമ്മുടെ സ്വന്തം സഹോദരനോ സ്വന്തം മകനോ മകളോ ഭാര്യയൊക്കെ ആണെങ്കിൽ ആദ്യം അവനെ വധിക്കാൻ നമ്മുടെ കൈ ഉയരണം. അവർ നമ്മളല്ലേ അറിയുന്നത്. ഇനി അടുത്തത് എന്താണ്? അവനെ നീ കല്ലെറിഞ്ഞു കൊല്ലണം. എങ്ങനെയാ കൊല്ലണേ? കല്ലെറിഞ്ഞു കൊല്ലണം. എന്തെന്നാൽ അടിമത്തത്തിൻ്റെ ഭവനമായ ഇസ്രായേലിൽ നിന്ന് നിന്നെ രക്ഷിച്ച നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ ശ്രമിച്ചത്. നമ്മുടെ ചുറ്റുമുള്ള മറ്റു മതത്തിലേക്ക് നമ്മൾ മറ്റു മതത്തെപ്പറ്റി പറയുന്ന എല്ലാവരുടെ അവസ്ഥ ഇതാണ്. ശ്രമിച്ചത്. ഇസ്രായേൽ ജനം മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടും. മേലിൽ ഇതുപോലുള്ള ദുഷ്കൃത്യങ്ങൾക്ക് ആരും മുതിരുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വസിക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ സേവിക്കാം എന്ന് പറഞ്ഞ് പട്ടണ നിവാസികളെ വഴിതെറ്റിച്ചതായി കേട്ടാൽ അപ്പോൾ എന്ത് ചെയ്യണം? അതിനെപ്പറ്റി അന്വേഷിക്കുകയും പരിശോധിക്കുകയും സൂക്ഷ്മമായി വിചാരണ ചെയ്യുകയും വേണം. അങ്ങനെ ഒരു ഹീനകൃത്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾ പട്ടണവാസികളെ മുഴുവൻ നിർദ്ദയം വാളിനിരയാക്കണം. ആ പട്ടണത്തിലെ സകല ജീവികളും
ആ പട്ടണത്തിലെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കപ്പെടണം. ആ പട്ടണത്തെ സകല ജീവികളോടും, അതായത് പട്ടണം മുഴുവൻ നശിപ്പിച്ചേക്കാൻ. എന്നാലോചിക്കുക, ടോളറൻസിനെ പറ്റി നമ്മൾ പറയും. ഈ ദൈവത്തിൻ്റെ ടോളറൻസ് ആണ് ഈ കാണുന്നത്. വചനത്തിലൂടെ ദൈവം പറയുന്നതാണ്. നിങ്ങൾ തന്നെ വിശകലനം ചെയ്യും, ഞാനൊന്നും പറയുന്നില്ല. നിയമാവർത്തന പുസ്തകം അടുത്ത 17-ാം അധ്യായം കൂടെ ഞാനൊന്ന് വായിക്കാം. ആദ്യം തൊട്ട് വായിക്കുകയാണ്. അതിൻ്റെ അകത്ത് മാറ്റിക്കെട്ടലൊന്നുമില്ല, കട്ടിങ്ങുമില്ല. ന്യൂനതയോ എന്തെങ്കിലും വൈകല്യമുള്ള കാളയോ ആടിനെയോ നിന്റെ കർത്താവിന് ബലിയർപ്പിക്കരുത്, എന്നാൽ അവിടത്തേക്ക് നിന്ദ്യമാണ്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ സ്ത്രീയോ പുരുഷനോ ആരായാലും അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശശക്തിയോ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞ് നീ കേട്ടാൽ ഉടനെ അതിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കണം. ഇസ്രായേലിൽ അങ്ങനെ ഒരു ഹീനകൃത്യം നടന്നിരിക്കുന്നു തെളിഞ്ഞാൽ ആ തിന്മ പ്രവർത്തിച്ചയാളെ പട്ടണവാതിക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. 2 or 3 സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെങ്കിൽ മാത്രമേ അവനെ വധിക്കാവൂ. ഒരു സാക്ഷിയുടെ മൊഴിയിൽ ആരും വധിക്കപ്പെടരുത്. അത് വലിയ കാര്യമായിരുന്നു. എന്നാൽ സാക്ഷികളുടെ കരങ്ങളാണ് വധിക്കപ്പെടേണ്ടവൻ്റെ മേൽ ആദ്യം പതിയേണ്ടത്, അതിനുശേഷം മറ്റുള്ളവരുടെ കരങ്ങൾ. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. പ്രത്യേകിച്ച് വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മറ്റ് വിശ്വാസമുള്ള ആൾക്കാരെ കൊല്ലുക എന്നുള്ളതാണ്. ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരെ, സൂര്യനെ, പ്രത്യേകം സൂര്യാരാധകർ ഒരുപാട് പേര്, ചന്ദ്രനെ ആരാധിക്കുന്ന നമ്മുടെ ഇടയിലുണ്ട് ആൾക്കാർ. അവരൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കർത്താവിൻ്റെ ധാർമ്മികത. ഇനി പുതിയ നിയമത്തിലേക്ക് ഒന്നുകൂടെ വരുവാണ്. നമുക്കറിയാം, അന്യവംശത്തിൽപ്പെട്ടവരെ ഇനി ക്രിസ്തു അങ്ങനെ പറഞ്ഞെന്നൊക്കെയുള്ള ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ഉത്തരവാണ്. അന്യവംശത്തിൽപ്പെട്ട ഒരാളെ പറ്റി. ഇതാണ് അന്നേരം പലതവണ വായിച്ചതാണ് അതിൻ്റെ അകത്തും, എങ്കിലും ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ഈ ഒരു സംഭവമാണ്. ഒരു സംഭവം മുഴുവൻ ഈ 24 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ ഒരു സംഭവം മുഴുവനുണ്ട്. അത് ക്രിസ്തുവാണ്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു, എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരി ആയിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. ക്രിസ്തുവിനോട് ഒരു സ്ത്രീ പിശാചിനെ ബഹിഷ്കരിക്കാൻ അപേക്ഷിക്കുന്നു. പിശാചുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. എങ്കിലും അന്ന് അവരുടെ എല്ലാം വിശ്വാസം അനുസരിച്ചൊരു സൗഖ്യമാണ് അപേക്ഷിച്ചത്. അവൻ പ്രതിവഹിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല. അതായത് ഒരു രോഗസൗഖ്യം ചോദിച്ചപ്പോൾ മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. അതായത് ഇസ്രായേലിലാണ് മക്കൾ. ഇത് സീറോ ഫിനീഷ്യൻ സ്ത്രീയാണ്. അവൾ നായ്ക്കളിൽപ്പെട്ട ആളായിട്ടാണ് ക്രിസ്തു ഉപമിച്ചത്. അപ്പോൾ സ്ത്രീയുടെ മറുപടി ശ്രദ്ധിക്കുക. അവൾ പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ പറഞ്ഞു, ഈ വാക്കുമൂലം നീ പോയിക്കൊള്ളുക, പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി കുട്ടി കട്ടിലിൽ കിടക്കുന്ന കണ്ടു, പിശാചുകളെ വിട്ടുപോയിരുന്നു. അതായത് സ്വയം നായയാണെന്ന് പറയാണ്. നായ്ക്കളും യജമാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. സ്വയം നായയെന്ന് അവൾ സമ്മതിച്ചു. അപ്പോൾ ഓക്കെ, അപ്പോൾ കർത്താവ് സംതൃപ്തനായി. ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം വേറൊരു വംശത്തിൽപ്പെട്ട സ്ത്രീ വരുന്നു, അവളെ നായക്ക് തുല്യമാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ മക്കൾക്കുള്ളത് നായ്ക്ക് കൊടുക്കില്ല എന്ന് പറയുന്നു. മക്കൾ തൃപ്തരായി കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അത് രോഗസൗഖ്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൾ സ്വയം നായാന്ന് സമ്മതിച്ചപ്പോൾ അവളെ സുഖപ്പെടുത്തി. ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര അധികം ആ ധാർമ്മികത ഞാൻ വിവരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വിജാതിയെ പറ്റിയുള്ള ഒരു ഭാഗം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ മറ്റ് ഭാഗങ്ങൾ ഇനിയുണ്ട്. അത് നമ്മൾ അടുത്ത പരമ്പരകളിലൂടെ എടുക്കാം. അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് ആശിഷിനുള്ള മറുപടിയല്ല. ഞാൻ പറഞ്ഞത് ഞാൻ വായിക്കാത്ത ബൈബിൾ ഭാഗങ്ങൾ ഒന്നുകൂടെ ചർച്ച ചെയ്തു അല്ലെങ്കിൽ വിശദീകമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർച്ച അടുത്ത ഭാഗം ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.